ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു കേട്ടോ. ഇന്നല്ല, ഒരു മാസം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഹോം ടൂർ ചെയ്യാമെന്ന്. അപ്പം ഇവിടെ ഇവർക്ക് 2 വീടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് മറ്റേ വീട്ടിലോട്ട് വന്നത് അതിൻ്റെ ഹോം ടൂറാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന മറ്റേ വീട്ടിലായിരുന്നു. അവിടുത്തെ നിങ്ങൾ എന്നും കാണുന്നുണ്ടല്ലോ ഡെയിലി, അതിൻ്റെ ഹോം ടൂർ ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പം ഇവിടെ ഇനി കുറച്ച് ദിവസം നമ്മളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹോം ടൂറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇവിടെ ആദ്യം നമുക്ക് ബാക്ക് യാർഡിൽ നിന്ന് തുടങ്ങാം. പിന്നെ ഒരു കാര്യം, നമ്മളിവിടെ സ്പാർക്കിങ് വന്നിട്ടുണ്ട്. സ്പാർക്കിങ് ഇങ്ങനെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. സ്പാർക്കിങ് കൊണ്ടാണ് കേട്ടോ നമ്മൾ വന്നത് ഇന്നലെ. അത് ഞാൻ കാണിക്കാം. വന്നതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, വ്ളോഗായിട്ട് കാണിക്കാം. ഇപ്പം നമുക്ക് ഹോം ടൂർ ചെയ്യാം. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ആക്ച്വലി ഇതൊരു വലിയ ബാക്ക് യാർഡാണ് കേട്ടോ. അത് ആക്ച്വലി 2 പ്ലോട്ട് ഒരുമിച്ച് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഫെൻസിങ് ചെയ്തിട്ടില്ല, ഫെൻസിങ് ചെയ്യണം. അപ്പോൾ കുറേ നമുക്ക് ഏരിയ ഉണ്ട്, പാർട്ടീസ് നടത്തണോ, നമുക്ക് നല്ലതായിട്ട് കുറേ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു മൾബറി ട്രീ ആണ് പുറകെ നിൽക്കുന്നത്. അപ്പോൾ ഞാനത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുണ്ട്. ഇത് നിറച്ചും കായുണ്ട് കേട്ടോ. പറിച്ച് നിന്നപ്പോൾ നല്ല മധുരമുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ആ മൾബറി ട്രീ നിൽക്കുന്നതിന് അപ്പുറത്തോട്ടാണ് അടുത്ത പ്ലോട്ട്. അവിടെ വരെ നമ്മുടെ പ്ലോട്ടാണ്. അപ്പോൾ ഇത്രയും സ്ഥലമുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഇറിഗേഷൻ എന്നും നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ, ഇത്രയും സ്ഥലമുണ്ട്. അപ്പം നമ്മൾ അത് വെച്ച് സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്. അതിന് ഇറിഗേഷൻ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്. ആ ടൈമർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. അത് ഞാൻ കാണിക്കാവേ. അപ്പോൾ കണ്ടോ, മൾബറി കണ്ടോ, നല്ല കറുത്ത്, അത്രയും സൈസില്ല, പക്ഷേ എങ്കിൽ ചിലത് സൈസുള്ളത്, പക്ഷേ നല്ല മധുരം കേട്ടോ, നല്ല നിറച്ചുകൊണ്ട് തരും. എന്തോ മൾബറി ആയത് പശുക്കളൊന്നും കൊത്തി കഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പം ഹോം ടൂർ എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു വീടൊന്നുമല്ല കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ആയിട്ട് നമ്മൾ നോർമൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു വീടിൻ്റെ ടൂർ നടത്തുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ ഒത്തിരി അങ്ങനെ എല്ലാം ക്ലീനാക്കി വെച്ചിട്ട് അങ്ങനെ നടത്തുന്ന ഒരു എസ്തെറ്റിക് ഹോം ടൂർ ഒന്നുമല്ല. ജസ്റ്റ് നമ്മൾ ഫങ്ഷണലായിട്ട്, പിള്ളേരൊക്കെ ഉള്ളൊരു വീട് ഫങ്ഷണലായിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും അതുപോലത്തെ ഒരു ഹോം ടൂറാണ് കേട്ടോ നടത്തുന്നത്. അപ്പോൾ ഇതുള്ള നമ്മുടെ ഒരു കോർണർ പ്ലോട്ടാണ്. അവിടെ നമ്മളിങ്ങനെ വരുമ്പം ഇതാണ് നമ്മൾ. അപ്പോൾ കുറച്ച് ചെടിയൊക്കെ ഇപ്പം നമ്മൾ വിൻ്റർ കഴിഞ്ഞിട്ട് കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. അതിങ്ങനെ പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും എൻട്രൻസിൻ്റെ അവിടെ റീത്ത് പോലെ ഒരു സാധനം തൂങ്ങും കേട്ടോ. അത് സീസൺ അനുസരിച്ച്, ഇപ്പോൾ സ്പ്രിങ്ങിൻ്റെ അനുസരിച്ചാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ വീടിന് 3 കാർ പാർക്കിംഗ് ഉണ്ട്. ഗാരേജിന് 3 കാർസ് പാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് 2 എണ്ണമാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് 3 എണ്ണം പാർക്ക് ചെയ്യാനായിട്ട് പറ്റുമേ. അപ്പം ഇതാണ് കാർ പാർക്കിങ്. ഒരെണ്ണം അപ്പുറത്തെ കണ്ടോ, അത് അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് 2 കാറല്ലേ ഉള്ളൂ. അപ്പം ഇത് അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ സൈഡിലോട്ടുള്ള സ്ഥലത്തും കുറച്ച് നമ്മൾ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, വൈറ്റ് സ്റ്റോൺസൊക്കെ വെച്ചിട്ട്. ഇതാണ് നമ്മുടെ അവിടുത്തെ കണ്ടത് റെഡ് അല്ലേ വേസ്റ്റ് കളയുന്ന ബിന്ന്. ഇവിടുത്തെ ഇങ്ങനെ ബ്രൗണും ഗ്രീനും അങ്ങനെ ആ വേസ്റ്റ് കളയുന്ന ബിന്നാണ് ഇരിക്കുന്നത്. ഇപ്പുറത്തൂടെ നമുക്ക് ചുറ്റി പിന്നെ നമുക്ക് ബാക്ക് യാർഡിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ സൈഡ് വ്യൂ കേട്ടോ. ഇപ്പുറത്തെ സൈഡ് വ്യൂ, ഫെൻസിങ് ചെയ്തിരിക്കുന്നവരെയാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഈ ഏരിയയിലിരിക്കുന്ന വീടുകളെല്ലാം ഏകദേശം ഒരേ ടൈപ്പ് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരേ വലിപ്പത്തിലുള്ള, ഒരേ സ്ക്വയർ ഫീറ്റിലുള്ള വീടുകളായിരിക്കും കേട്ടോ. അതായത് 4 ബെഡ്റൂംസ് ആണ് ഇതിവിടെ ഉള്ളത്. മുകളിൽ 4 ബെഡ്റൂംസ് ആണ്, 3 കാസിൻ്റെ പാർക്കിങ്ങും അങ്ങനെയുള്ള വീടുകളാണ് ഈ ഏരിയയിൽ മൊത്തം ഉള്ളത്. ഒരു കോളനി വരുമ്പം അവിടെയുള്ള ഏരിയാസിലുള്ള വീടുകളെല്ലാം അതേ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചുള്ളതായിരിക്കും. അങ്ങനെയാണ്. അപ്പം നമുക്ക് കാർ പോർച്ചിനകത്തൂടെ എൻ്റർ ചെയ്യാവേ. മറ്റേ നമ്മുടെ മെയിൻ എൻട്രൻസ് ഞാൻ കാണിച്ചായിരുന്നല്ലോ, ഒരു റീത്ത് പോലത്തെ സാധനം, അതാണ് മെയിൻ എൻട്രൻസ്. നമുക്കിപ്പോൾ കാർ പോർച്ചിൽ കൂടെ എൻ്റർ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ചാർജിങ് സ്റ്റേഷനാണ്. നമ്മുടെ ഹമ്മർ ചാർജ് ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷനാണിത്. അത് EV ആണേ. അപ്പം നമുക്ക് അതുപോലത്തെ സെക്യൂരിറ്റി സിസ്റ്റം അവിടുത്തെ പോലെ തന്നെയാണ്. ഞാൻ അവിടുത്തെ വീണ്ടും കാണിച്ചിട്ടുള്ള പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഗ്യാരേജ് അടഞ്ഞോളും. നമ്മൾ കാറിൽ വരുമ്പം അത് തന്നെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിന്നാണ് നമ്മൾ ഗ്യാരേജിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു നമുക്ക് കൊട, ഇങ്ങനെ ക്യാപ്സൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോൾഡറുണ്ട്. അപ്പുറത്തൊരു ഒരു ഷൂ റാക്ക്, ബാഗ് റാക്ക് എന്നൊക്കെ പറയാം. അവിടെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്യാരേജിൽ നിന്നുള്ള മെയിൻ എൻട്രൻസ് അല്ല കേട്ടോ. ആൾക്കാർ വരുമ്പോൾ ഇതിലല്ല എൻ്റർ ചെയ്ത് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ എൻ്റർ ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ വലിയൊരു ലിവിങ് ഏരിയ ആണ്. ഇവിടെ പിന്നെ ഐലൻഡ് കിച്ചണാണ്. ഇവിടുത്തെ എല്ലാം ഇങ്ങനെ ഓപ്പൺ കിച്ചണാണല്ലോ. കിച്ചണും ലിവിങ് റൂമും, ഇത് ലിവിങ് ഏരിയ, ലൗഞ്ച് എന്നൊക്കെ പറയാം. ആ ഒരു ഏരിയ ആണ്. അവിടെ ഇങ്ങനെ എല്ലാം വൈറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ഫർണിഷിങ്സ്. അതുകൊണ്ട് കുറച്ച് മുഷിയാൻ എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. വൈറ്റാണ്, കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലാമ്പ് കണ്ടോ, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ജസ്റ്റ് അപ്പോൾ രാത്രിയിൽ അതിട്ട് നോക്കിയിരുന്നെങ്കിൽ അതിൻ്റെ ഭംഗി അറിയാം. ഇങ്ങനെ ഒരു സ്റ്റിക്ക് പോലെ മാത്രമേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ അത് ഞാനൊന്ന് തെളിയിച്ച് നോക്കുവാണ്. പക്ഷെ നമുക്ക് പകൽ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റും. വൈറ്റ് ഇൻറ്റീരിയറും പിന്നെ ഈ ഡാർക്ക് ബ്രൗൺ കളറുള്ള ഡോർസും വിൻഡോസും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇത് കണ്ടോ, പ്ലാന്റ്സ് എല്ലാം ചെറിയ ഇത് എല്ലാ വീട്ടിലുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇവിടങ്ങളിൽ ഏത് വീട്ടിൽ ചെന്നാലും അതുപോലത്തെ പ്ലാന്റ് ഉണ്ട്. ഈ സൈഡിലും ഒരു ലാമ്പ് ഷെയ്ഡ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫയർ പ്ലേസ് IPL നടക്കുന്ന സമയത്ത് ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഗോപു ഇരുന്ന് IPL കാണുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഫയർ പ്ലേസിൻ്റെ അതിങ്ങനെ ആർട്ടിഫിഷ്യലാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ട് കളേഴ്സ് ഇങ്ങനെ നമുക്ക് മാറ്റി മാറ്റി വാം ചെയ്യാം. തണുപ്പാകുമ്പം ഇതാണല്ലോ രക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ അത് ഞാൻ ഇട്ട് നോക്കുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ സാധാരണ കാണാത്തൊരു സംഭവമാണല്ലോ. ബാക്കി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ നോർമൽ ഫങ്ഷനിങ് ആയിട്ടുള്ളൊരു ഹോം ടൂറാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര എസ്തെറ്റിക്കായിട്ട് ഭയങ്കര ഭംഗിയായിട്ടിരിക്കുന്ന ഒരു വീടൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ബാക്ക് യാർഡാണ് കട കാണുന്നത്. കണ്ടോ, നമുക്കൊരു ഡെക്കുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ ഡെക്കിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ബാക്ക് യാർഡാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇരുന്ന് നമ്മൾ TV കാണും, പിള്ളേർ ഫുഡ് വേണമെങ്കിൽ കഴിക്കും, കളിക്കും ഒക്കെ ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു കുറേ അവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും. പിന്നെ കണ്ടോ, ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇനിയുമ്പോൾ എനിക്ക് ശരിക്കും ഹോം ടൂർ ചെയ്യാൻ അറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ തന്നെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ക്ഷമിക്കുക തെറ്റുകുറ്റങ്ങൾ കേട്ടോ. നമ്മുടെ സ്പാർക്കി ഉണ്ട് കേട്ടോ. സ്പാർക്കി ഇങ്ങനെ കിടക്കുകയാണ് വെറുതെ. അപ്പോൾ ഇതാണ് ലിവിങ് റൂം അല്ലെങ്കിൽ ലോഞ്ച് എന്ന് പറയുന്ന സാധനം. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ആ സെയിം ഏരിയ പാർട്ടീഷനൊന്നുമില്ല, ഡൈനിങ് റൂമാണ്, ഡൈനിങ് ടേബിളാണ്. അതുകൊണ്ട് ഈ ഫ്ലവർ ഒറിജിനലാണ് കേട്ടോ. ഇതൊരു പ്ലാസ്റ്റിക്കിനകത്തൂടെ കയറ്റി വിട്ടിരിക്കുക. അതിൻ്റെ സ്റ്റെമ്മെല്ലാം ഇത് ഒറിജിനലാണ് കേട്ടോ. ഞാൻ അതും ശരിക്കും ആർട്ടിഫിഷ്യലാണെന്ന് വിചാരിച്ച്. ഓർക്കിഡിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അതിൻ്റെ നല്ല രസമുണ്ടത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേന് ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടുത്തെ നമ്മുടെ സ്മാർട്ട് സെൻസ് ചെയ്യുന്ന ഫ്രിഡ്ജാണ്. അതായത് നമുക്ക് യൂട്യൂബും വാട്സപ്പും നമ്മുടെ ഗൂഗിളും ഫോട്ടോസും എല്ലാം ഇതിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് തുറക്കാം. ഇതിനകത്ത് ഫ്രണ്ടിൽ 2 ഡോർ. ആദ്യത്തെ ഡോറിന് തന്നെ 2ആയിട്ട് തുറക്കാം. ആദ്യം ഒരിടത്ത് തുറക്കുമ്പോൾ വെള്ളം അതൊക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് തന്നെയാണ്, സ്റ്റോറേജ് സ്പേസ് ആണിത്. ഇപ്പുറത്തെ ഡോർ തുറക്കുമ്പോൾ ഇവിടെയും സ്റ്റോറേജ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്, ഫ്രിഡ്ജ് തന്നെയാണ്. താഴെ 2ഉം ഫ്രീസറാണ്. 2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫ്രീസർ എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം. ആദ്യത്തെ ഫ്രീസർ നമ്മുടെ സെമൈ ഫ്രീസറാണ് കേട്ടോ, കുറച്ച് മാത്രം. അതിൻ്റെ താഴെയാണ് മെയിൻ ഫ്രീസർ. മെയിൻ ഫ്രീസറിൽ നമ്മുടെ നോൺ വെജൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതിങ്ങനെ 2ആയിട്ട്. ഇവിടെ ഐസ് ട്രേ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഉഴുന്നോടെയൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബാക്കി താഴെ മെയിൻ ഉള്ള നമ്മുടെ മീറ്റും ചിക്കനും എഗ് അതൊക്കെ വയ്ക്കുന്ന സ്റ്റോറേജാണ് കേട്ടോ. നല്ല ഫങ്ഷണലായിട്ടുള്ളൊരു ഫ്രിഡ്ജാണ്. പിന്നെ ഇതാണ് നമ്മുടെ കൗണ്ടർ. അതെല്ലായിടത്തെയും പോലെ ഒരുപോലെ തന്നെ കുക്കിംഗ് റേഞ്ച്, കൗണ്ടർ ടോപ്പ്, മുകളിലാണ് നമ്മുടെ മൈക്രോവേവ് ഇരിക്കുന്നത്. ഇത് വാഷ് ഏരിയയുടെ താഴെയുണ്ട് നമ്മുടെ ഡിഷ് വാഷറുണ്ട്. പിന്നെ അവിടെ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ വെളിയിലോട്ട് തുറക്കുന്ന ആ വാതിൽ കണ്ടില്ലേ, അവിടെ നമ്മൾ സ്പാർക്കിയുടെ ടേബിൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഐലൻഡ് കിച്ചൺ എന്ന് പറയുന്നത് ഐലൻഡാണ്. ഐലൻഡിൻ്റെ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാം, ഡൈനിങ് ടേബിളിൻ്റെ അപ്പുറത്തായിട്ട്. ഇത് ഇവിടുത്തെ എല്ലാ വീടുകളിലും ഈ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. ഐലൻഡ് കിച്ചൺ ഉണ്ടായിരുന്നു ഈ ഒരു രീതിയിൽ തന്നെയാണ് ലോഞ്ചും എല്ലാം പോകുന്നത്. ഒരേ പാറ്റേണിലാണ് മിക്ക വീടുകളും. കുറച്ചൊക്കെ വല്ല ഡിഫറൻസ് നമ്മൾ ഇൻറ്റീരിയർ ചെയ്യിപ്പിച്ചെങ്കിലേ ഉള്ളൂ. ഇത് ബിൽഡേഴ്സ് ഉണ്ടാക്കുമ്പം ഇതേ ഇതിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ല നമ്മളായിട്ട് പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതെനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും കൗണ്ടർ ടോപ്പൊക്കെ വൈറ്റാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മഞ്ഞളോ ഒക്കെ ഇട്ടാൽ അതിൻ്റെ സ്റ്റെയിൻ അത് കുറച്ച് നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ അതാണ് നമ്മുടെ ലോഞ്ചും കിച്ചണും കൂടെ ഉള്ള സ്ഥലം. ഇനി നമുക്ക് ശരിക്കും ഫ്രണ്ടിൽ നിന്ന് കയറുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ തുറക്കുമ്പോൾ എങ്ങനെയാണ്. നമ്മൾ ഗ്യാരേജിൽ കൂടെ അല്ലേ മുമ്പേ കയറി, ഇപ്പം നമ്മൾ ഫ്രണ്ട് ഡോർ തുറന്ന് കയറുക. അപ്പോൾ എല്ലാ ഡോറിലും ഞാൻ പറഞ്ഞല്ലോ ഇവരിങ്ങനെ വെച്ചിരിക്കും. കയറി വരുമ്പോഴത്തേനും നമ്മൾ സ്റ്റെയർസാണ് മുകളിൽ, ബെഡ്റൂംസ് എല്ലാം മുകളിലാണ്. ഇത് ഒരു ഫോയർ സ്പേസ് അങ്ങനെ എന്തെങ്കിലും പറയാം. നമ്മൾ കയറി വരുന്ന ഉള്ളൊരു ഗസ്റ്റ് റൂം പോലത്തെ ഒരു റൂമാണ്. ഇതും എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. കയറി വരുമ്പോൾ ഒരു റൂമുണ്ട്. അതിനകത്ത് ജസ്റ്റ് അടുത്തായിട്ടൊരു പൗഡർ റൂം, അതായത് വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് എന്ന് പറയാൻ പറ്റില്ല, പൗഡർ റൂം. കാരണം ഷവർ ഏരിയ ഇല്ല. അങ്ങനെ നമ്മുടെ ഗസ്റ്റിനൊക്കെ ഒന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു എൻട്രി വേയിൽ ഒരു ടോയ്ലറ്റ്, അതായത് പൗഡർ റൂം എന്ന് പറയാം, അതുണ്ട്. അവിടെ മോളെന്തോ വെള്ളമൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വോളിലൊക്കെ കുറച്ച് പെയിൻറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു പൗഡർ റൂമാണ്. ഇതിനകത്ത് നമുക്ക് മിററും ടോയ്ലറ്റും അതായത് നമ്മുടെ കമോഡും ഒക്കെ ഉണ്ട്. അങ്ങനെ അത് അവിടെ നിന്ന് ഇങ്ങനെ എൻട്രി വേ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഉള്ള എൻട്രി വേ. നമ്മളിതിലാണ് വരേണ്ടത്. നമ്മൾ മുമ്പേ എടുത്തത് ഗാരാജിൽ കൂടെ വന്നപ്പോഴാണ് കേട്ടോ. പിന്നെ നമ്മളിതുപോലെ തന്നെ ലോഞ്ചിലോട്ട് കയറുന്നു. ലോഞ്ചിലോട്ട് കയറിയിട്ട് പുറകിലത്തെ അതൊക്കെ നമ്മുടെ മറ്റേ വീടിൻ്റെ അതേ പാറ്റേൺ ആണ് കേട്ടോ. വെളിയിലോട്ട് നമ്മൾ കേട്ടോ സ്പാർക്കിയുടെ ഫുഡിൻ്റെ അത് വെച്ചിട്ടുണ്ട്. ഈ ഡോറ് തുറക്കുക, ഗ്ലാസ് ഡോറാണ് ഇത്. നമ്മൾ തുറന്നു വരുമ്പോൾ നമ്മൾ ഡെക്കിലോട്ട് എൻട്രി ചെയ്ത് നമ്മൾ ബാക്ക് യാർഡിലോട്ട്
എൻട്രി ചെയ്യും കേട്ടോ. ഇവിടെ ഫെൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്പാർക്കിയെ തുറന്നങ്ങ് വിടത്തില്ല, നമ്മൾ ലീഷ് വെച്ചിട്ടാണ് കേട്ടോ വിടുന്നത്. ഇവിടെ വേണമെങ്കിൽ കെട്ടുന്നത്. അപ്പുറത്തെ വീട്ടിൽ നല്ലൊരു ഡോഗുണ്ട്, അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. നല്ല വൈറ്റ് ഹസ്കിയാണ്, നല്ല രസം അതിനെ കാണാനായിട്ട്. ഞാൻ എടുക്കുമ്പോൾ അതിനെ കാണും. ഇപ്പോൾ അവിടെ ദൂരെ അത് ഇരിപ്പുണ്ടല്ലേ, നല്ലതായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് കണ്ടോ, ആ ഡോറ് വരുന്ന കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് യാർഡ് നമുക്കിങ്ങനെ കാണാം. ഇവിടെ ബാക്ക് യാർഡ് ഞാൻ പറഞ്ഞല്ലോ, പുല്ല് വെട്ടാനും അത് ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ. പുല്ല് വെട്ടാനൊക്കെ ആൾക്കാർ വരും. അങ്ങനെ അതിപ്പോൾ ആഴ്ചയിൽ ഇപ്പോൾ ഈ സ്പ്രിംഗ് സീസണാണ്, ആഴ്ചയിൽ നമ്മൾ വെട്ടി നല്ല ഇറിഗേഷനൊക്കെ കൊടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നല്ല ഗ്രീൻ കളറായിട്ട് നല്ല മെയിൻറ്റെയിൻ ആയിട്ട് വെക്കണം. അതല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഹൗസിങ് ഏരിയാസ് എല്ലാവരും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇവർക്ക് ഫൈൻ കിട്ടുമല്ലോ. അങ്ങനെയുണ്ട്, വീഡ്സ് ഒന്നും വരാതെ. പിന്നെ ചിലർ ഒത്തിരി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും, ചിലർ അവരെ കൊണ്ട്. മോള ഡോഗിയെ കണ്ടിട്ട് വരികയാണ് കേട്ടോ, കണ്ടോ അതവിടെ വന്ന് ഫെൻസിൻ്റെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. നല്ല രസമാണ് എന്നെ കണ്ട, പ്യുവർ വൈറ്റ്. അങ്ങനെ നമ്മളകത്തോട്ട് കയറി വരുമ്പം വെളിയിൽ ആ റോഡ് ഡോർ അടിച്ചിട്ട് അകത്തോട്ട് കയറി നമുക്ക് മുകളിൽ പോകാം. മുകളിലാണ് എല്ലാ ബെഡ്റൂംസും ഉള്ളത്. അപ്പം അത് ഗാരേജ് ബേസ്മെൻ്റ് ഉണ്ട് കേട്ടോ, ബേസ്മെൻറ്റ് നമുക്ക് ലാസ്റ്റ് പോകാം. ഇതിപ്പം നമുക്ക് മുകളിൽ പോയിട്ട് ബെഡ്റൂംസ് ഒന്ന് കാണാം. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഇങ്ങനെയാണോ ഹോം ടൂർ എടുക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വെച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഹോം ടൂർ ചെയ്തിട്ടില്ല. ഇവിടെ വന്നപ്പോൾ നമുക്കൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ എല്ലാം നമ്മൾ ഫുൾ കാർപ്പറ്റ് ഇട്ടേക്കും. ഇവിടുത്തെ എല്ലാ വീട്ടിൽ വുഡൻ ഫ്ലോറാണല്ലോ, ഫുൾ കാർപ്പറ്റ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെരുപ്പില്ലാതെ നടക്കുന്നതിന് കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഇവരുടെ ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. അതിനകത്തൊരു മിററും ഇതെല്ലാം ഫർണിച്ചർ എല്ലാം നമ്മുടെ വൈറ്റാണ് കേട്ടോ. ഇവിടെ ഇതൊരു നമ്മുടെ ഡ്രസ്സിങ് ഏരിയ അതായത് വാഷ്റൂം ഒക്കെയാണ് കേട്ടോ. ഇത് ഷവർ ഏരിയ ആണ്. ഇവിടെ ടബില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഇത് വാക്കിൻ ക്ലോസറ്റാണ്. ഇവിടെ നമ്മുടെ ഡ്രസ്സുകളെല്ലാം. അപ്പോൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല, എല്ലാം അത്രയും കുറച്ച് അലങ്കോലമായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ടോയ്ലറ്റ് സെപ്പറേറ്റ് ആണ്. ഇവിടെ ഒരു ഷവർ ഏരിയ പോലെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ അപ്പം ഇത്രയും വലിയൊരു സ്പേസാണ് സ്റ്റോറേജ്, ഇത്രയും വലിയൊരു സ്പേസാണ് കേട്ടോ. ഡ്രസ്സിങ് ഏരിയയും നമ്മുടെ ബാത്റൂം ഇതായിട്ട് വരുന്നത് കേട്ടോ. ബെഡ്റൂമിൽ നിന്ന് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ വാക്കിൻ ക്ലോസറ്റ്, ഒരു സൈഡിൽ ഡ്രസ്സിങ് ഏരിയ, ഷവർ ഏരിയ, ക്ലോസറ്റ്, പിന്നെ അങ്ങനെ എല്ലാം കൂടെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഇതാണ് ഇവിടുത്തെ ഈ വീട്ടിലെ സിസ്റ്റം. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ വേറൊരു ടോയ്ലറ്റ് ഉണ്ട്. അവിടെ നമ്മുടെ ബാത്ത് ടബും മീൻസ് നോർമൽ സാധാരണ ഒരു ടോയ്ലറ്റ് ഉണ്ട് കണ്ടോ. അതിനകത്ത് ടബൊക്കെ ഉണ്ട് കേട്ടോ. അതിലാണ് എനിക്ക് തോന്നുന്നത് 2 ബാത്റൂമിനും കൂടെ ഉള്ള കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റാണിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പം ഇവിടെ വേറൊരു ബെഡ്റൂമുണ്ട്. ഇങ്ങനെ നടന്ന് വരുമ്പം ജസ്റ്റ് അടുത്തടുത്ത് കാണാം, എല്ലാ ബെഡ്റൂമും ഇങ്ങനെ ലൈനിലാണ് കേട്ടോ. അടുത്ത് വരുമ്പോൾ ഇവിടെ വേറൊരു ബെഡ്റൂമുണ്ട്, ഒരു ഗസ്റ്റ് ബെഡ്റൂം പോലെ, ജസ്റ്റ് ബെഡ് മാത്രമേ ഉള്ളൂ അവിടെ. ഒരു ടേബിളുണ്ട്, വാർഡ്രോബ് എല്ലായിടത്തും ഉണ്ട്. നല്ലതായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഫേസ് ചെയ്തിട്ട് ഇരിക്കുന്ന ഈസ്റ്റിനോട് ഫേസ് ചെയ്തിരിക്കുന്ന നല്ല സൺലൈറ്റാണ് കേട്ടോ ഇവിടെ. അപ്പം ഇത് കണ്ടോ, ഇവിടെ ആരും കിടക്കുന്നൊന്നുമില്ലല്ലോ, അവിടെ ആ വാർഡ്രോബാണത്. ഇവിടെ എല്ലാം ഹാങ് ചെയ്തിട്ട് കാണാം കേട്ടോ, തുണികൾ കൂടുതലായിട്ട് അങ്ങനത്തെ പിന്നെ ഇത് വേറൊരു ബെഡ്റൂമാണ്. അവിടെ ഒരു ഇൻഫ്ലേറ്റഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ വാർഡ്രോബ് തുറന്നിട്ടിട്ടുണ്ട്. അതിനകത്തൊന്നുമില്ല. ഈ സ്പാർക്കി നമ്മുടെ കൂടെ റൂം ടൂർ നടത്താൻ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ജസ്റ്റ് അതുപോലെ തന്നെ സെയിം. ബാക്കി മാസ്റ്റർ ബെഡ്റൂമാണ് ഏറ്റവും വലുത്. ബാക്കി എല്ലാ ബെഡ്റൂംസിനും നോർമൽ സൈസാണ് കേട്ടോ, അത്ര വലുതല്ല ഇവിടുത്തെ ബെഡ്റൂംസ് ഒന്നും. ഇത് നമ്മുടെ വാഷ് ഏരിയ. ഇവിടെ നമുക്കറിയാമല്ലോ, വാഷിംഗ് മെഷീനും ഡ്രയറും രണ്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് 2 പിന്നെ മുകളിൽ നമ്മുടെ ലിക്വിഡ്സും അതൊക്കെ വെക്കാനുള്ള സ്ഥലം, താഴെ ടവൽസും അങ്ങനെ വെക്കാനുള്ള ഒരു സ്പേസ്, അങ്ങനെ നല്ലൊരു സ്പേസാണ്. അതവിടെ നമുക്ക് കുറേ അറേഞ്ച് ചെയ്ത് വെക്കാം, നമ്മുടെ കംഫർട്ട് റൂം അങ്ങനത്തെ സാധനങ്ങളെല്ലാം. അതായത് ടോയ്ലറ്റ് വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഈ ബെഡ്റൂമിലാണ് ഇപ്പം ഞാൻ കിടക്കുന്നത്. ഇവിടെ നിന്ന് വെളിയിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ കാണുന്നത്. അതായത് നമ്മൾ കയറി വന്ന എൻട്രൻസ് ആണ് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. ഈ ബ്ലൈൻഡ്സ് വലിച്ചിട്ട് വരുന്നില്ലല്ലോ, ഇത് ഇച്ചിരി സ്റ്റക്കായെന്ന് തോന്നുന്നു. നോക്കട്ടെ, വന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ മെയിൻ ഓപ്പോസിറ്റ് വീടും എല്ലാം കാണാം. നമ്മളിങ്ങനെ ഇതുപോലെ ഭയങ്കര ലൈറ്റാട്ടോ വരുന്നത്, നല്ല ലൈറ്റായി സമയത്ത് വരുന്നത്. ഇതിപ്പോൾ ഉച്ച സമയത്ത് ഒരു 11 മണി ആയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ, 10 മണി ആയതേ ഉള്ളൂ, 10 മണി ആയപ്പോൾ എങ്ങനെയോ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇടാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ വാർഡ്രോബിനകത്ത് തുണിയെല്ലാം ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ കൊണ്ടുവന്ന് പിള്ളേരുടെ തുണിയും അതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ റൂമിൻ്റെ ക്ലെൻലിനെസ് പിന്നെ അത്ര ഇതായിട്ട് നോക്കൽ ഓർഡറിലൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ ഫങ്ഷണലായിട്ട് പിന്നെ ഞാനത് തന്നെ പറയുന്നത്. അങ്ങനെ ഒരു വീട് കേട്ടോ.
നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് എസ്തെറ്റിക് ആയിട്ടൊന്നും വെക്കാൻ പറ്റത്തില്ല അല്ലേ. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ മെസ്സി എല്ലാവരുടെയും വീടാകും. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം കഴിയുമ്പോൾ ക്ലീൻ ചെയ്യും, അങ്ങനെയുള്ളൂ. അത് എപ്പോഴും ഇങ്ങനെ സ്പിക്ക് ആൻഡ് സ്പാനായിട്ട് വീട് വയ്ക്കുക എന്ന് പറഞ്ഞത് അത്ര പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല, എസ്പെഷ്യലി പിള്ളേരൊക്കെ ഉള്ളിടത്ത്. എല്ലാ പിള്ളേരും അവിടെ കണ്ടു. മോൻ വന്നിട്ട് ബാഗ് സ്റ്റെയർ കേസിൽ തന്നെ തൂക്കിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ, അത് ഞാൻ കാണിക്കാൻ പറഞ്ഞത് നമ്മുടെ കിച്ചൻ്റെ പാൻട്രിയാണ് കേട്ടോ. ഡോറുണ്ട് അവിടെ, അതാണ് കിച്ചൻ്റെ പാൻട്രി. ഇനി നമുക്ക് ബേസ്മെൻറ്റിൽ പോകാം. കിച്ചൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒരു ഡോർ ഉണ്ട്, ബേസ്മെൻറ്റിൽ ചില അവിടെയും കുറച്ചൊരു സിറ്റിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പാർക്കിയുടെ കേജാണ് അവിടെ ഇരിക്കുന്നത്. സെൻറ്ററിൽ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്, അവിടെ ഒരു കേജ് ഉണ്ട്. ഇവിടെ നമുക്കൊരു വാഷ്റൂമും വാർഡ്രോബ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു എന്തെങ്കിലും ഗെറ്റ് ടുഗദർ വെക്കുമോ, ആരെങ്കിലും നമുക്ക് ബെഡൊക്കെ ഇട്ട് നന്നായിട്ട്. ഇവിടെ US ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ബേസ്മെൻ്റ് ആണ് കേട്ടോ. നമ്മളന്ന് അവിടെയും കണ്ടില്ല, എന്ത് സൈറൻ അടിച്ചോ എല്ലാം വന്ന് ഓടി ബേസ്മെൻറ്റിലോട്ടാണ് എല്ലാവരും പോകേണ്ടത്. ഏറ്റവും സ്ട്രോങ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തേക്കുന്ന ഭാഗം ഇതാണല്ലോ, ബാക്കിയെല്ലാം വുഡൻ അല്ലേ. അപ്പം ഈ ഭയങ്കര ടൊർണാഡോ ഒക്കെ വന്ന മുകളിലത്തെ പാട്ടൊക്കെ അടിച്ചു പോയാലും താഴെ ബേസ്മെൻറ്റ് നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മൾ അലാം അടിക്കുമ്പം അന്ന് ടൊർണാഡോയുടെ അലാം അടിച്ചപ്പോൾ നമ്മൾ ഓടി ബേസ്മെൻറ്റിലാണ് കേട്ടോ വരുന്നത്. ബേസ്മെൻറ്റിൽ ചിലർ നമ്മൾ മലയാളീസൊക്കെ കുക്ക് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലതായിട്ട് ബേസ്മെൻറ്റിൽ നമുക്ക് നല്ല രസമാണ് റിലാക്സ് ചെയ്തിരിക്കും. നമ്മുടെ ഒരു TV ഒക്കെ ഉണ്ട്. അങ്ങനെ അതാണ് ബേസ്മെൻറ്റ്. ഞാൻ പറഞ്ഞില്ല, അവിടെ ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നോക്കട്ടെ എന്താ ടോയ്ലറ്റ് ഞാനിവിടെ ഇപ്പോൾ തുറന്ന് നോക്കുന്നേ ഉള്ളൂ. അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, എല്ലാം ഷവർ ഏരിയയും ടോയ്ലറ്റും എല്ലാം ഉണ്ട്. നല്ലൊരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ബാക്കി നമ്മൾ ഈ മുകളിൽ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും അങ്ങനെയൊക്കെ, ഇത് നമ്മുടെ പ്ലംബിങ്ങിൻ്റെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ സ്ഥലത്ത് വരുമ്പം ഇവിടെയാണ് നമ്മുടെ വാട്ടറിൻ്റെ ടാങ്കിൻ്റെ അതും നമ്മുടെ എന്തെങ്കിലും വാട്ടറിൻ്റെ ട്യൂബ്സും അങ്ങനത്തെ കണക്ഷൻസൊക്കെ അവിടെയാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കണ്ടോ. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും ക്രിസ്മസ് ട്രീയും എല്ലാം അഴിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അങ്ങനെ വലിയൊരു ബേസ്മെൻറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ബേസ്മെൻറ്റ് ഇവിടെ നല്ല ഫങ്ഷണലാണ് കേട്ടോ. ബേസ്മെൻറ്റ് എല്ലാ വീടുകളിലും ഇത് വാട്ടർ ടാങ്കിൻ്റെയും അതിൻ്റെയൊക്കെയാണ് കേട്ടോ. എന്തൊക്കെയോ കണക്ഷൻസിൻ്റെയൊക്കെയാണ്, നമ്മുടെ ഫിൽറ്ററിൻ്റെയും മറ്റേ മെയിൻ വാട്ടറിൻ്റെയും അതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഇവിടുത്തെ വീടിൻ്റെ ഒരു ഹോം ടൂർ എന്ന് പറയുന്നത്. ഇത് എത്ര കണ്ട് ഹോം ടൂർ ആയെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാനൊന്ന് ചെയ്തു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ നല്ല എന്താ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേറൊരാൾ വീഡിയോ എടുത്ത് തന്നിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഓക്കെ. അതൊന്നും സാരമില്ല, നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാന്നുള്ളത്. ഞങ്ങൾ പുറയിൽ വെറുതെ പിന്നെ വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ഏരിയ ഒക്കെ സ്പ്രിങ്ക്ലർ ഇട്ട് ഫുൾ നനയ്ക്കും കേട്ടോ. നമുക്ക് നമ്മൾ മൊബൈലിൽ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം നമ്മൾ മീര അവിടെ വരുമ്പം അവിടെ ഇരുന്നാലും വെള്ളം നനയ്ക്കണമല്ലോ, അങ്ങനെ ഓൺ ചെയ്തിട്ട് നമ്മൾ ടൈമർ സെറ്റ് ചെയ്യും. കറക്റ്റ് ആ സമയത്ത് തന്നെ ഓണായി തന്നെ ഓഫായി ഓട്ടോ കട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണല്ലോ എപ്പോഴും. ഇവിടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ അല്ലേ, കുറച്ച് ദിവസം അവിടെ കുറച്ച് ദിവസം. അതായത് മീര ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് മീൻസ് വൈകിട്ട് വരും, ചില ദിവസം ഉച്ചയ്ക്ക് വരുവാണെങ്കിൽ അങ്ങോട്ട് വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒക്കെ വെള്ളത്തിൻ്റെ പ്രശ്നം അങ്ങനെയാണ് കേട്ടോ. നല്ലൊരു ഗ്യാരേജാണ്. ഗ്യാരേജിന് കുറേ സ്പേസ് ഉണ്ട്. അവിടെ ചെടിക്ക് നടാനായിട്ട് വളമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാരണം സ്പ്രിങ് ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ എല്ലാവരും ഓരോ മാസത്തിലും ചെടി മാറി വെക്കും കേട്ടോ. അത്രയ്ക്ക് ഈ ഫ്രഷ് ഫ്ലവേഴ്സ് ഇൻ ദ സെൻസ് നമ്മുടെ സീസണൽ ഫ്ലവേഴ്സൊക്കെ വരുമല്ലോ, അതും ഒക്കെ വെക്കാനായിട്ടൊക്കെ മണ്ണൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഗ്യാരേജിനകത്തൊക്കെ. അതൊക്കെയാണ് കേട്ടോ ഒരു സൈഡിൽ കണ്ടോ അതൊക്കെ. പിന്നെ അവിടെ കണ്ടോ ഇതെല്ലാം. അവിടെ ഒരു വാഷ് ബേസിനുണ്ട്, നമുക്ക് എന്തെങ്കിലും കൈയൊക്കെ വാഷ് ചെയ്യാനായിട്ടും അങ്ങനെയൊക്കെ ഒരു വാഷ് ബേസിനുണ്ട്. ചെടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, നടാനുള്ള ചെടിയാന്ന് തോന്നുന്നു. നടാനുള്ള കേട്ടോ. ലാവൻഡറൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ എഴുതി നടണം. ഇവിടെ നമ്മൾ വെള്ളം നിറച്ചിട്ട് ചെറിയ മീൻസ് അങ്ങനെ സ്പ്രിങ്ക്ലറുണ്ട്, എന്നാലും നമ്മൾ വെള്ളം നിറയ്ക്കാനായിട്ട് ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മുടെ മറ്റേ വണ്ടി മീര പോയിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് സ്പാർക്കിയെ നമ്മളോട് ഇവിടെ സ്പാർക്കിയെ നന്നായിട്ട് സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ലീഷില്ലാതെ സ്പാർക്കിയെ ഇറക്കാൻ പറ്റില്ല, ഫെൻസില്ലല്ലോ. എങ്ങാനും വേറെ ഡോഗ്സ് ഇതിലെ പോയാൽ സ്പാർക്കിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് വന്നാൽ അത് ചാടുമല്ലോ എന്നൊരു പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. എന്നിട്ട് മോള് നല്ല ട്രെയിൻഡാന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. എനിക്ക് പേടി. ഞാൻ എന്നിട്ടും അതിൻ്റെ അവൻ്റെ ഇതിട്ടിട്ടുണ്ട്, കോളറുണ്ട്, അതിൽ പിടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പിന്നെ ഇറിഗേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അത് ഇട്ടിട്ടുണ്ട്. ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഹോം ടൂർ എത്ര ശരിയായി എന്ന് എനിക്കറിയത്തില്ല, എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇവിടം വരെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.